ഗോൾഡ് ഫോയിൽ പരീക്ഷണം പാഠപുസ്തകത്തിൽ കാണാത്തവരില്ല. ആ പരീക്ഷണത്തിന്റെ പിറകിൽ ഏണസ്റ്റ് റൂദർഫോർഡാണ്. ന്യൂക്ലിയർ സയൻസിന്റെ പിതാവ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട വിഖ്യാതനായ ഏണസ്റ്റ് റൂദർഫോർഡിന്റെ 86ാം ചരമവാർഷിക ദിനമാണിന്ന്. മൈക്കൽ ഫാരഡേക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പരീക്ഷണശാലിയെന്നാണ് റുദർഫോർഡിന്റെ വിശേഷണം. പ്രോട്ടോൺ, ന്യൂട്രോൺ സിദ്ധാന്തങ്ങൾ, അറ്റോമിക് സിസ്റ്റം വികസിപ്പിച്ചത്, റേഡിയോ ആക്ടിവിറ്റി, റേഡിയോ ആക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻസ് തുടങ്ങി നിരവധി കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. 1871 ഓഗസ്റ്റ് 30 7 ആൺമക്കളും 5 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിലെ 4ാമത്തെ ആൺകുട്ടിയായി ന്യൂസിലൻഡിലെ നെൽസണിലാണ് ഏണസ്റ്റ് റുദർഫോർഡ് ജനിച്ചത്. മികച്ച അക്കാദമിക് പാടവമുള്ള വ്യക്തിയായിരുന്നു. റുദർഫോർഡ് 1908 മൂലകങ്ങളുടെ ശീതീകരണത്തെക്കുറിച്ചും റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുടെ രസതന്ത്രത്തെക്കുറിച്ചും നടത്തിയ പഠനങ്ങൾക്ക് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം റുദർഫോർഡിനെ തേടിയെത്തി. ന്യൂക്ലിയർ റിയാക്ഷൻ അവതരിപ്പിച്ച് പ്രോട്ടോണിന്റെ കണ്ടെത്തലോടുകൂടി ന്യൂക്ലിയർ സയൻസിന്റെ തലതൊട്ടപ്പനായി. മരണാനന്തരം പീരിയോഡിക് ടേബിളിലെ 104ാം നമ്പർ മൂലകത്തിന് റുദർഫോർഡിയം എന്ന് പേരിട്ടു. ആ പേരിട്ടത് സാക്ഷാൽ ഐസക് ന്യൂട്ടനും. എക്കാലത്തെയും മികച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളായി റുദർഫോർഡ് വിടവാങ്ങി. സയൻസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.